ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവിധോനി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തംബ്നെയിലിൽ കണ്ട കുട്ടി എൻ്റെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പോയ ഹോസ്പിറ്റൽസ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ മിക്കുള്ളവർ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 8ാമത്തെ മാസം മുതൽ ട്രീറ്റ്മെൻറ്റിന് പോയേട്ടോ. അതിന് പോകാനും കാരണമുണ്ട്, ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇത്രയും ഭയാനകമാണെന്ന് ഞാൻ അറിയുന്നത്. കാരണം വെച്ചാൽ അത്രയും ആൾക്കാരാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. ഞാൻ ഏകദേശം 6-7 ഹോസ്പിറ്റലുകളും പോയിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം സെയിം അവസ്ഥയാണ്. ഓരോ ദിവസം കൂടുന്തോറും ആളുകളുടെ എണ്ണം ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമല്ല ആ വിഷമം അനുഭവിക്കുന്നത്, ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ കുറേ വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലേ. ഇൻഫെർട്ടിലിറ്റി, ഡെലിവറി, സ്കാനിങ്, പ്രഗ്നൻസി, ഹോർമോൺസ്, AMH, PCOD, PCOS, IVF, IUI, ഇങ്ങനെ കുറേ കാര്യങ്ങളല്ലേ. അത് നിങ്ങൾക്കും അനുഭവത്തിൽ അങ്ങനെ വന്നിട്ടില്ലേ? അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. 7 വർഷം വരെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. 7ാമത്തെ വർഷമാണ് ഞാൻ ഇവരെ ക്യാരിയിങ് ആവുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഞാൻ ട്വിൻസാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ ഞാനിവരെ ക്യാരിയിങ് ആയിടം മുതൽ ഒരുപാട് പേര് നേരിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്, എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. എനിക്കും മുമ്പൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനും ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് ഇവരെ കിട്ടിയത് കേട്ടോ. ഒരുപാട് ആൾക്കാർ, പലരും പല ഭാഗത്തുനിന്ന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ, ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് 2024 ഞാനേ പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അവരെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും, ഇത്ര വർഷം കഴിഞ്ഞിട്ടേ കുട്ടികൾ മതി എന്നുള്ളത്. അതിൽ നമ്മൾ തലയിടാൻ പോകണ്ട, അത് അവരെ ഇഷ്ടമാണ്. വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട്? ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ടെൻഷൻ ആവാതെ മൈൻഡ് റിലാക്സ് ആവുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മളിങ്ങനെ ഓരോന്ന് കുത്തി ചോദിക്കുമ്പോഴത്തേനും വീണ്ടും അവർ ഇറിറ്റേറ്റ് ആയിക്കൊണ്ട് അവരെ മനസ്സ് വീണ്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ വഴി കൊടുക്കാതിരിക്കുക. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കും, അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കാം, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്നേ ചോദിക്കത്തുള്ളൂ. അറിയാത്തവർ, പെട്ടെന്ന് പരിചയപ്പെടുന്നവർ ചോദിക്കും, കുട്ടികളായോ? അപ്പോൾ നമ്മൾ ആയില്ല എന്ന് പറയും. അപ്പോൾ എത്ര വർഷമായി? അപ്പോൾ പെട്ടെന്ന് അപ്പം നമ്മൾ വർഷം പറയുമ്പോൾ പെട്ടെന്ന് അവർ ഒരു ഹോസ്പിറ്റലായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ എന്തെങ്കിലും നേർച്ചയായിരിക്കും. ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനിങ്ങനെ ചാടി 6-7 ഹോസ്പിറ്റലോളം നിന്നത്. ഞാനൊരു പ്രൈവറ്റ് ഫേമിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ജോലിക്ക് പോവുക, സാലറി മേടിക്കുക, ആ കാശെടുത്ത് മെഡിസിൻ മേടിക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ. ഇനി ഇൻഫെർട്ടിലിറ്റിയുടെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും പ്രൈവറ്റിൽ പോയാലും മെഡിസിൻ പുറത്തുനിന്ന് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മെഡിസിൻ പുറത്തുനിന്ന് എടുത്തേ പറ്റത്തുള്ളൂ, എന്തായാലും കാശാവും. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് എവിടെയും മെഡിസിൻ നല്ല ലാഭത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോയെടുത്തെല്ലാം നല്ല പൈസ ആവുന്നുണ്ടായിരുന്നു. അത് ആണുങ്ങൾക്കായിക്കോട്ടെ പെണ്ണുങ്ങൾക്കായിക്കോട്ടെ, 2 പേർക്കും മെഡിസിൻ എടുക്കുന്നതിന് നല്ല റേറ്റ് ആവും. അങ്ങനെയാണ് ഞാനിങ്ങനെ ചാടി 6-7 ഹോസ്പിറ്റലോളം നിന്നത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കുറച്ച് നാൾ സ്റ്റോപ്പാക്കി നിന്നിട്ടുണ്ട്, പിന്നെയും ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ മാറി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെയും പുതിയ OP ടിക്കറ്റ് എടുക്കണം, പുതിയ ഫയൽ എടുക്കണം, പഴയ ഹിസ്റ്ററികളെല്ലാം കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ.
അങ്ങനെ 5 വർഷം അങ്ങനെയായിരുന്നു. 2021 എനിക്ക് നല്ലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിനുശേഷം ഞാനും ഹസ്ബൻഡും തമ്മിലൊരു സെൽഫ് ഡിസിഷൻ എടുത്തു. ഇനി നല്ലതുപോലെ അന്വേഷിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കുട്ടികളാവണം എന്നുള്ളൊരു ലക്ഷ്യം, ഉറച്ചൊരു ലക്ഷ്യം നമ്മളിലുണ്ടായി. അതാവുകയും ചെയ്തു. ഞങ്ങൾ തിരഞ്ഞെടുത്ത ഡിസിഷൻ കറക്റ്റായിരുന്നു. അതുവരെ നമ്മളിങ്ങനെ ചാടി നിൽക്കുമായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു തീരുമാനം എടുക്കുക. നല്ല ഹോസ്പിറ്റൽ ഏതാണോ, നല്ല ഡോക്ടർ, നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ നോക്കി തിരഞ്ഞെടുക്കുക. അവിടെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റായിട്ട് മെഡിസിൻ കഴിച്ച് മനസ്സ് റിലാക്സ് ചെയ്ത് ടെൻഷനൊന്നും അടിക്കാതെ പലരും പറയുന്ന കാര്യങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക. അത് മനസ്സിലിട്ട് ഇങ്ങനെ ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കും. ഈ ട്രീറ്റ്മെൻറ്റിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ടത് ടെൻഷൻ അടിക്കാതിരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ പൈസയുടെ കാര്യം ഒന്നും ചിന്തിക്കാതെ അതൊക്കെ വരും, തനിയെ വരും. നമ്മൾ ഹൈ ക്ലാസ് ഫാമിലി വന്ന മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. പക്ഷേ പൈസയും ഒക്കെ ആ സമയമാകുമ്പോൾ നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സജഷൻസ് കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ബൈ.